Okay, second part of flower, it is about the floral bells. See, what are the floral bells? ഏതൊക്കെയാണ് ഫ്ലോറൽ ബേഡ്സ് എന്ന് പറയുന്നത്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. And the calyx, the individual unit of calyx is called the sepals, and the individual unit of corolla is called the petals, and androecium is the male reproductive part. It is composed of stamens, and gynoecium is the female reproductive part. It is composed of carpels. But calyx is the first word, corolla second, androecium third word, and the gynoecium is the fourth word. The individual unit of calyx is called sepals, അതായത് വിതളം, ദളം, പുംബീജം, സ്ത്രീബീജം അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ കാലിക്സ് ആൻഡ് കൊറോള ഈസ് കൺസിഡേർഡ് ആസ് ദ നോൺ എസെൻഷ്യൽ ബേൾസ് ഓഫ് എ ഫ്ലവർ, ആൻഡ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ദേ ആർ ദ എസെൻഷ്യൽ ബേൾസ് ഓഫ് എ ഫ്ലവർ. ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഒരു LS ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ലേബൽ ചെയ്ത് ഈ PPT തന്നെ ഇതിന് നോട്ടില്ല, ഇത് തന്നെ ഞാൻ PDF ആക്കി അയക്കാം. അന്നേരം നിങ്ങൾ ഈ ഫ്ലോറൽ ബേൾസൊക്കെ ശരിക്കും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. ഇനി നോക്കിക്കാട്ടോ. ഇനി അടുത്തത് അതിൻ്റെ സ്ട്രക്ചർ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം. സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് പെഡിസൽ. അപ്പോഴേ നമുക്കറിയാം ഒരു ഫ്ലവർ റൈസ് ചെയ്യുന്നത് ലീഫിൻ്റെ ആക്സിലിൽ നിന്നോ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ടെർമിനൽ പൊസിഷനിൽ നിന്നൊക്കെ ആയിരിക്കും. ഇനി ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് ഫ്ലവർ ഈസ് ഹാവിങ് എ ബ്രാക്റ്റ്. ഓരോ ഫ്ലവറിനും ഓരോ ബ്രാക്റ്റ് ഉണ്ട്. ആ ബ്രാക്റ്റിൻ്റെ ആക്സിലിൽ നിന്നാണ് ഓരോ ഫ്ലവറും റൈസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി ബ്രാക്റ്റ് എല്ലാ കേസസിലും കോൺസ്പിക്യസ് ആയിരിക്കത്തില്ല. ചില കേസിൽ റൂഡിമെൻ്ററി ബ്രാക്റ്റ് ഉണ്ടാവുള്ളൂ, ചില കേസിൽ അവിടെ ബ്രാക്റ്റ് ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ദ സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് പെഡിസൽ. അപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കേ. ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഈസ് കോൾഡ് പീറ്റിയോൾ, സ്റ്റോക്ക് ഓഫ് ദ ഇൻഫ്ലോറസൻസ് ഈസ് കോൾഡ് പെഡങ്കിൾ, സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് പെഡിസൽ. അപ്പോൾ ഈ ഫ്ലവർ വിത്ത് എ പെഡിസൽ ഈസ് കോൾഡ് പെഡിസലേറ്റ് ഫ്ലവർ. വിതൗട്ട് എ പെഡിസൽ ഈസ് കോൾഡ് സെസൈൽ ഫ്ലവർ. ഇതിൽ നോക്കിയാൽ ഫ്ലവറിൽ നോക്കിയാൽ ഇതിൻ്റെ സെപ്പല് കാണാം ഇല്ലേ? ഗ്രീൻ കളറിൽ ഫ്ലവർ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പടമാണ് ഗ്രീൻ കളറിലുള്ളത് സെപ്പല്, റെഡ് കളറിലുള്ളത് പെറ്റൽ. എത്ര എണ്ണം വീതം ഉണ്ടോയെന്നൊന്ന് നോക്കിക്കേ. ഈ ഫ്ലവറിൽ 5 സെപ്പലും 5 പെറ്റലും ഇല്ലേ? ഇനി ആ സെപ്പലിൻ്റെയും പെറ്റലിൻ്റെയും പൊസിഷൻ ഒന്ന് നോക്കിക്കാട്ടെ. സെപ്പലിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പെറ്റൽ കാണുന്നത്. ആണോ? ആ കൺസെപ്റ്റ് കിട്ടിയോ? പിന്നെ ഒരു സെപ്പല് കഴിഞ്ഞു, പിന്നെ ഒരു പെറ്റല്, പിന്നെ ഒരു സെപ്പല്, പെറ്റൽ, അങ്ങനെ ഓൾട്ടർനേറ്റ്, എപ്പോഴും സെപ്പലിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പെറ്റല് കാണപ്പെടുന്നത്. ഈ കൺസെപ്റ്റൊക്കെ പിന്നീട് വരും. ഇനി ഇപ്പുറത്താണ് മറു സൈഡ് കാണിച്ചിരിക്കുന്ന അന്നേലും നമുക്ക് കാണാം സെപ്പലും പെറ്റലും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊരു പോളിപെറ്റാലസാണ്. സെപ്പലും ഫ്രീ ആണ് ഇവിടെ അല്ലേ? പോളിസെപ്പാലസാണ്. പെറ്റലും ഫ്രീ ആണ്, പോളിപെറ്റാലസാണ്. നോക്കിയേ ഇപ്പുറത്തേൽ നോക്കിയാൽ അത് കഴിഞ്ഞിട്ടുള്ള വേളാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്, ആൻഡ്രീഷ്യം ഇല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. സ്റ്റേമൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ എന്തൊക്കെയാണെന്ന്, ഫിലമെൻറ്റും ആന്തരം കൂടെ ചേരുന്നതാണ് ഒരു സ്റ്റേമൻ എന്ന് പറയുന്നത്. പിന്നെ കണക്റ്റീവും ഉണ്ട്. ഇനി കാർപ്പൽ അല്ലെങ്കിൽ ഗൈനീഷ്യം അല്ലെങ്കിൽ നമ്മൾ പിസ്റ്റിൽ എന്ന് പറയും. നോക്കിയാൽ അതിൻ്റെ പാർട്ട് എന്തൊക്കെയാണ്? ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഗൈനീഷ്യം, ഓവറി, പിസ്റ്റിൽ, കാർപ്പൽ, ഇതൊക്കെ ഗൈനീഷ്യം, കാർപ്പൽ, പിസ്റ്റിൽ സിനോണിംസാണ്. ഗൈനീഷ്യം, പിസ്റ്റിൽ, കാർപ്പൽ. ഇതിൻ്റെ പാർട്ട് എന്തൊക്കെയാണ്? ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. എല്ലാം ഈ കാർപ്പൽ എന്ന് പറഞ്ഞാലും ഒരു ചെറിയ ലീഫ് ഇങ്ങനെ മടക്കി വെച്ചതുപോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, എന്താ ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ? ഇഫ് എ ഫ്ലവർ ഈസ് ഹാവിങ് ഓൾ ദ ഫോർ ഫ്ലോറൽ ബേൾസ് ഇറ്റ് ഈസ് കോൾഡ് എ കംപ്ലീറ്റ് ഫ്ലവർ. ഏതൊക്കെയാണ് 4 ഫ്ലോറൽ ബേൾ? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. Among these floral whorls, calyx and corolla are the non-essential whorls of the flower, and androecium and gynoecium, they are the essential whorls of a flower. ഇങ്ങനെ ഒരു ഫ്ലവറിൽ 4 വേളും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്ലവറിന് പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഫ്ലവർ. സി ഹൈബിസ്കസ്, ഇക്സോറ, ജാസ്മിൻ, they are all complete flowers.
മാംഗോയുടെ അനക്കാഡയും ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഫ്ലവറാണ്. പിന്നെ ഞാൻ എപ്പോഴും ഹൈബിസ്കസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. റോസ് ഇതൊക്കെ കംപ്ലീറ്റ് ഫ്ലവർ. ഇനി ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാലോ, ഇഫ് എനി വൺ ഓഫ് ദ വേൾ ഈസ് ആബ്സെൻറ്റ് ദെൻ സച്ച് ഫ്ലവേഴ്സ് ആർ കോൾഡ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. അപ്പോഴേ ഈ 4 വേളിൽ ഏതെങ്കിലും ഒരു വേള് ഇല്ല എങ്കിൽ അങ്ങനത്തെ ഫ്ലവറിന് പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. അപ്പോഴേ ചില കേസിൽ കാലിക്സ് ഇല്ലായിരിക്കാം, അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ഫ്ലവറാണ്. ചില കേസിൽ കൊറോള ഇല്ലായിരിക്കാം, അതൊരു ഇൻകംപ്ലീറ്റ് ഫ്ലവറാണ്. മനസ്സിലായോ? ഇനി നോക്കിയേ, എന്താ ഒരു പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അടുത്ത 2 ടേമാണ് പെർഫെക്റ്റ് ഫ്ലവറും ഇംപെർഫെക്റ്റ് ഫ്ലവറും. ഇനിയും അതായത് ഇഫ് ബോത്ത് ദ റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് ആർ പ്രസൻറ്റ് ഇൻ എ ഫ്ലവർ ഇറ്റ് ഈസ് കോൾഡ് എ പെർഫെക്റ്റ് ഫ്ലവർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഇഫ് ബോത്ത് ദ എസെൻഷ്യൽ വേൾഡ്സ് ആർ പ്രസൻറ്റ് ഇൻ എ ഫ്ലവർ ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ് ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിൽ 2 എസെൻഷ്യൽ വേളുകളും ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരു ഫ്ലവറിലുണ്ടെങ്കിൽ ആ ഫ്ലവറിനെ ഒരു പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയാം. ഇഫ് എനി വൺ ഓഫ് ദ എസെൻഷ്യൽ വേൾ ഈസ് ആബ്സെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് ഫ്ലവർ. അപ്പം ഒരു ഇംപെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയുന്നത് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് ഇംപെർഫെക്റ്റ് ഫ്ലവറാണ് ഇല്ലേ? യൂണിസെക്ഷുവൽ ഫ്ലവറിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഒരു മെയിൽ ഫ്ലവർ എന്ന് പറയുന്നതിൽ ഏത് റീപ്രൊഡക്റ്റീവ് പാർട്ടായിരിക്കും ആബ്സെൻറ്റ്? ഫീമെയിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നതിനകത്തിൽ ഏതായിരിക്കും ആബ്സെൻറ്റ്? മെയിൽ പാർട്ട് ആബ്സെൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോഴേ ഇനി എൻ്റെ ചോദ്യം ഇതാണ്, എ കംപ്ലീറ്റ് ഫ്ലവർ ഈസ് ഓൾവേസ് എ പെർഫെക്റ്റ് ഫ്ലവർ. What about an incomplete flower? An incomplete flower may be perfect or imperfect. ആ കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും, ശരിയല്ലേ? കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? 4 വേളുള്ള ഫ്ലവറാണ് കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേളിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്, അതായത് റീപ്രൊഡക്റ്റീവ് പാർട്ട് മെയിലും ഫീമെയിലും ഉണ്ട്. അതുകൊണ്ട് അത് പെർഫെക്റ്റ് ഫ്ലവറാണ്. പക്ഷെ ഒരു ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് പെർഫെക്റ്റുമാകാം, ചിലപ്പം ഇംപെർഫെക്റ്റുമാകാം. അത് ഏതിനെ ആശ്രയിച്ചിരിക്കും? ഇൻ ദാറ്റ് ഫ്ലവർ വിച്ച് ഓർഗൻ ഈസ് ലാക്കിംഗ്. ഏത് ഫ്ലോറൽ ഓർഗനാണോ ഇല്ലാത്തത് അതനുസരിച്ചിരിക്കും അത് പെർഫെക്റ്റ് ആണോ ഇംപെർഫെക്റ്റ് ആണോ എന്ന് പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ വിശദമാക്കി തരാം. അപ്പോൾ 4 വേള ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. മനസ്സിലായല്ലോ? അതിൽ കാലിക്സും കൊറോളയും നോൺ എസെൻഷ്യൽ വേൾസും പിന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും എസെൻഷ്യൽ വേളുമാണ്. ഇത് 4 കൂടെ ഉള്ളതാണ് കംപ്ലീറ്റ് ഫ്ലവർ. ഇതിലേതെങ്കിലും ഒരു വേളില്ലെങ്കിൽ അതിനെ ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയും. പക്ഷേ പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? റീപ്രൊഡക്റ്റീവ് വേളുകൾ അതായ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും, അതായത് എസെൻഷ്യൽ വേളുകൾ 2 ഉണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയാം. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ വേൾ ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ ഇംപെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയും. ഇനി നമുക്കൊന്ന് പറഞ്ഞു പഠിക്കാം. ഒരു ഇൻകംപ്ലീറ്റ് ഫ്ലവർ അത് പെർഫെക്റ്റാണ് എപ്പോഴും? ഒരു ഇൻകംപ്ലീറ്റ് ഫ്ലവറിൽ നോക്കിയേ, ചിലപ്പം കാലിക്സ് ഇല്ല എന്ന് വെച്ചോളൂ, പക്ഷേ അതിനകത്തിൽ കൊറോള ഉണ്ട്, അതുപോലെ എസെൻഷ്യൽ വേളുകളായ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. അതുകൊണ്ട് അതിനെ പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയാം. ഇനി മറ്റൊരു ഫ്ലവർ, അതിൽ കൊറോള ഇല്ല, പക്ഷേ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്, അതിനെ പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയാം. ഇനി മറ്റൊരു ഫ്ലവർ ആൻഡ്രീഷ്യം ഇല്ല എന്ന് വിചാരിച്ചോളൂ, ആ ഫ്ലവർ എന്തുവാ? അത് ഇൻകംപ്ലീറ്റുമാണ്, ഇംപെർഫെക്റ്റുമാണ്. മനസ്സിലായോ? ഇനി വേറൊരു ഫ്ലവർ, അതിൽ ഗൈനീഷ്യമില്ല, അതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടില്ല എന്ന് വിചാരിച്ചോളൂ, ആ ഫ്ലവർ ഇൻകംപ്ലീറ്റുമാണ്, ഇംപെർഫെക്റ്റുമാണ്. മനസ്സിലായോ? അപ്പോഴേ ഈ ആൻഡ്രീഷ്യം ഇല്ലാത്ത ഫ്ലവർ എന്ന് പറയുമ്പം അതെന്താ? ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ അതിൽ, ഇല്ലേ? അപ്പോഴത് ഫീമെയിൽ ഫ്ലവർ. ഇനി ഗൈനീഷ്യം ഇല്ല എന്ന് വിചാരിച്ചോളൂ, അതിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ, അത് മെയിൽ ഫ്ലവർ. മനസ്സിലായോ? അപ്പോൾ ഒരു ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അതാ 2ഉം ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് പറയാം. ഇത്രയും മനസ്സിലായല്ലോ? പിന്നെ ഏതെങ്കിലും ഒരു വേൾ ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ യൂണിസെക്ഷുവൽ ഫ്ലവർ എന്ന് പറയാം. അത് മെയിലാണോ ഫീമെയിൽ ഫ്ലവർ ആണോ എന്നത് ഏതിനെ ആശ്രയിച്ചിരിക്കും? ഏത് വേളാണോ ആ ഫ്ലവറിലുള്ളത് അതിനെ ആശ്രയിച്ച് ഇരിക്കും. ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മെയിൽ ഫ്ലവറും, പിന്നെ മറ്റൊരു ഫ്ലവറിൽ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂല്ലേ അത് ഫീമെയിൽ ഫ്ലവർ. ഓക്കെ, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ബൈസെക്ഷുവൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഹെർമോഫ്രോഡൈറ്റ് ഫ്ലവർ, ഫ്ലവേഴ്സ് വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അഗെയിൻ ഹൈബിസ്കസ് അല്ലെങ്കിൽ ഇക്സോറ, റോസ്, അലമാൻഡ, ജാസ്മിൻ, ഇതൊക്കെ ബൈസെക്ഷുവൽ ഫ്ലവർ. ഇനി
യൂണിസെക്ഷൽ ഫ്ലവർ, ഫ്ലവേഴ്സ് വിത്ത് only androecium and gynoecium. Example, flowers with only androecium or gynoecium. Unisexual flowers with androecium are called male flowers or staminate flowers, and unisexual flowers with gynoecium are called female flowers or pistillate flower. ഗൈനീഷ്യത്തിൻ്റെ മറ്റൊരു വാക്കാ പിസ്റ്റിൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പിസ്റ്റിലേറ്റ് ഫ്ലവർ. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് കുക്കുർബിറ്റ. ഇപ്പോഴേ നോക്കിക്കാട്ടിത് ഫ്ലവർ അല്ല, വെറുതെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. റിസപ്റ്റക്കിളും സെപ്പലും പെറ്റലും ഓവറി സ്റ്റൈലും സ്റ്റിഗ്മ, ആന്തറിൻ്റെ പാർട്ട്, കാർപ്പലിൻ്റെ പാർട്ട് കണ്ടില്ലേ, ഓവറി സ്റ്റൈൽ സ്റ്റിഗ്മ, പിന്നെ പെറ്റൽ, ഇതെല്ലാം കണ്ടതാ. ഞാനൊരു മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറൂടെ പരിചയപ്പെടുത്താനായിട്ടാണ്. കുക്കുർബിറ്റയിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്, മെയിൽ ഫ്ലവർ വരെ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്. കുക്കുർബിറ്റ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുക്കുർബിറ്റ ഏതാ? കക്കിരി. ഇനി കുക്കുർബിറ്റ്സ് എന്ന് പറയുന്നത്, കുക്കുർബിറ്റേസിയെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ പാവല്, പടവലം, മത്തന്, പിന്നെന്താ കുമ്പളം, ആകാശവെള്ളരി, സാധാരണ വെള്ളരി, പിന്നെ കോവല്, പീച്ചങ്ങ, പിന്നെന്താ പീച്ചങ്ങ പോലത്തെ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം കൂടെ ചേരുന്ന മെമ്പേഴ്സിൻ്റെ ആണ് കുക്കുർബിറ്റേസിയെ ഫാമിലി എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ മത്തനോ പിന്നെ അല്ലെങ്കിൽ ഏതാ നിങ്ങൾക്ക് മത്തന ആയിരിക്കും എളുപ്പം ഇല്ലേ, അല്ലെങ്കിൽ പാവലോ ഒക്കെ നോക്കി ഇതേപോലെ 2 തരം ഫ്ലവറുകൾ കാണാം. മത്തൻ ഇപ്പോൾ എടുത്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ വലതുവശത്തെ ഫ്ലവർ ഇല്ലേ, അത് ഫീമെയിലാണ്. അതിൻ്റെ അടിയിൽ കണ്ടോ ഒരു കുഞ്ഞു മത്തങ്ങ ഉള്ളത്, അത് ഫീമെയിൽ ഫ്ലവർ, അതതിൻ്റെ ഓവറി. അതേസമയം ഇടതുവശത്തെ ഇത് നോക്കിക്കേ, മെയിൽ ഫ്ലവറാണ്. മനസ്സിലായോ? അതിൽ ഓവറി കാണുന്നില്ല. അപ്പോൾ ഇത് ഈ ഓവറിയുടെ പൊസിഷൻ എത്രയെന്ന് പറയുക, ഇൻഫീരിയറും കൂടെ. അതായത് എന്താ ഇൻഫീരിയർ അല്ലേ, എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഓവറി ഏറ്റവും താഴെ, അതിൻ്റെ മുകളിൽ നിന്നാണ് സെപ്പലും പെറ്റലും റൈസ് ചെയ്യുന്നത്. മനസ്സിലായി? ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ഓവറി ഓക്യുപ്പൈസ് ദ ലോവസ്റ്റ് പൊസിഷൻ. അത് പിന്നീട് പഠിപ്പിക്കും. അപ്പം മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് തന്നെ അല്ല അടുത്ത ദിവസം ഇത് നോക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളത് കുമ്പളമാണോ മത്തനാണോ പാവലാണോ എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ പാവയ്ക്ക അല്ലെങ്കിൽ ചെറിയ കുമ്പളങ്ങ അല്ലെ ചെറിയ മത്തങ്ങ ഇങ്ങനെ ഇരിക്കുന്നത് ഫീമെയിൽ ഫ്ലവറും, ഇതില്ലാത്തത് മെയിൽ ഫ്ലവർ നോക്കണം കേട്ടോ. ഇനി നോക്കിയേ, ഡൈക്ലാമിഡിയസ് ഫ്ലവർ, ദ ഫ്ലവേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് കാലിക്സ് ആൻഡ് കൊറോള. എഗെയിൻ ഹൈബിസ്കസ് എക്സാമ്പിൾ. കാലിക്സും കൊറോളയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 2 പേരായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡൈക്ലാമിഡിയസ് ഫ്ലവർ. അത് ഡിസ്റ്റിങ്ക്റ്റ് കാലിക്സും കൊറോളയും ഉണ്ട് എങ്കിൽ, വേർതിരിച്ചറിയാൻ പാകത്തിനുള്ള കാലിക്സും കൊറോളയും ഉണ്ടെങ്കിൽ അതിന് ഡൈക്ലാമിഡിയസ് ഫ്ലവർ എന്നാണ് പറയുന്നത്. ഇനി മോണോക്ലാമിഡിയസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ദ ഫ്ലവേഴ്സ് വിത്ത് എ സിംഗിൾ ഫ്ലോറൽ എൻവലം കോൾഡ് പെരിയാന്ത്, നോട്ട് ഹാവിങ് എ സെപ്പറേറ്റ് കാലിക്സ് ആൻഡ് കൊറോള. കാലിക്സ് എന്നോ കൊറോള എന്നോ വേർതിരിച്ചറിയാതെ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തൊരു പ്രത്യേക ട്രാൻസിഷണൽ സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു വേളയേ ഉള്ളൂ. അതിന് പറയുന്ന പേരാണ് പെരിയാന്ത്. ആ പെരിയാന്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിന് പറയുന്ന പേരാണ് ടെപ്പൽ. കാലിക്സിൻ്റെ സെപ്പൽ, കൊറോളയുടെ പെറ്റൽ, പെരിയാന്തിൻ്റെ ടെപ്പൽ, TEPAL ടെപ്പൽ. ഇത് പെരിയാന്ത് കാണുന്നത് സാധാരണ ലിലിയേസിയ മോണോക്കോട്ടിലൊക്കെ പെരിയാന്തേ ഉള്ളൂ. ലിലിയേസിയ ഫാമിലി, ഇതായി ഗ്ലോറിയോസൈ മേന്തോന്നി എന്ന് പറയുന്ന ഫ്ലവർ, എന്ത് തീപ്പൂവെന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ, അത് ആ മഞ്ഞയും ചുവപ്പും കളറിൽ കാണുന്നത് അതിൻ്റെ പെരിയാന്താണ്. കാലിക്സും കൊറോളയും ഇല്ല, ഒറ്റ വേളയേ ഉള്ളൂ, അതതിൻ്റെ പെരിയാന്ത. അപ്പം നിങ്ങൾക്ക് ഹെർബേറിയത്തിനൊക്കെ ഇപ്പോഴീ പ്ലാന്റ് അവൈലബിളാണ്, ഇത് പറിച്ച് പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതിലെ സ്റ്റെമിനും ഒക്കെ കാണാം, ഓവറിയും കാണാം, ഇൻവേർട്ടഡ് ആയിട്ടാണ് ഫ്ലവർ കിടക്കുന്നത് ഇല്ലേ. ഇനി നോക്കിയേ, എക്ലാമീഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പെരിയാന്തീസ് ആബ്സെൻറ്റ്, സോ ഫ്ലവേഴ്സ് അപ്പിയേഴ്സ് നെക്കഡ്. എക്സാമ്പിൾ യൂഫോർബിയ പൾച്ചറിമ, അത് ഫ്ലവേഴ്സ് ഓഫ് സയാത്യം ഇൻഫ്ലോറസൻസ്. കാലിക്സും കൊറോളയും പെരിയാന്തും ഒന്നും ഇല്ലാത്തതിനെയാണ് എക്ലാമീഡിയസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? അതായത് സയാത്യം പഠിച്ചല്ലോ, സയാത്യത്തിനകത്തിൽ എന്തുവാ, അതായത് ഇൻവലൂക്കറുണ്ട്, അതിനകത്തിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും, ഫീമെയിൽ ഫ്ലവർ ഒരെണ്ണേ ഉള്ളൂ, റെപ്രസെൻറ്റഡ് ബൈ എ പിന്നെ പിസ്റ്റിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. മെയിൽ ഫ്ലവർ എത്ര ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്? 5 ഗ്രൂപ്പായിട്ട് സ്കോർപ്പിയോയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. പിന്നെ ഓരോ ഓരോ പിന്നെ മെയിൽ ഫ്ലവർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിന് സെപ്പലും ഇല്ല, പെറ്റലും ഇല്ല, പെരിയാന്തും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ എക്ലാമീഡിയസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ?
അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്താണ്? ഫ്ലോറൽ വേർഡ്സ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. മനസ്സിലായല്ലോ? കംപ്ലീറ്റ് ഫ്ലവർ, ഇൻകംപ്ലീറ്റ് ഫ്ലവർ, പെർഫെക്റ്റ് ഫ്ലവർ, ഇംപെർഫെക്റ്റ് ഫ്ലവർ, ബൈസെക്ഷൽ ഫ്ലവർ, യൂണിസെക്ഷൽ ഫ്ലവർ, മെയിൽ ഫ്ലവർ, ഫീമെയിൽ ഫ്ലവർ, മോണോക്ലാമിഡിയസ്, ഡൈക്ലാമിഡിയസ്, എക്ലാമിഡിയസ്. ഓക്കെ, ഈ ടേംസ് ഒക്കെ പഠിച്ചോണം.